യെസ്, അങ്ങനെ വാർത്തകൾ വിശദമാകുമ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിവിധയിടങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് നൽകാനുള്ളത് എന്ന് നമ്മുടെ റിപ്പോർട്ടർമാരോട് തന്നെ ചോദിക്കാം. നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയടത്ത്, ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം എന്നിവരാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യം നമുക്ക് മധ്യ കേരളത്തിലേക്ക് തന്നെ പോകാം. പ്രത്യേകിച്ച് അവിടെ ഇന്ന് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറക്കാനിരിക്കുകയാണ്. ജലനിരപ്പ് 136 അടിയിലേറെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നപ്പോൾ ആദ്യ സൈറൺ മുഴങ്ങി 10 മണിക്കാണ് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുക എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന്, എറണാകുളത്ത് ഇന്നലെ ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷമുണ്ടായിരുന്നു. കത്രിക്കടവ് ഇടശ്ശേരി ബാറിലാണ് സംഘർഷമുണ്ടായത്. DJ പാർട്ടിക്ക് എത്തിയ യുവതിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഇതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അപ്പോൾ പോലീസ് എത്തി DJ പാർട്ടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളൊക്കെ നോക്കണം. മറ്റൊന്ന്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വൈദിക സമിതി യോഗത്തിന്റെ തീരുമാനം സർക്കുലറായി പള്ളികളിൽ വായിക്കും. അങ്ങനെ ഒരു നീണ്ട കാലയളവിന് ശേഷം ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനകൾ കൂടിയാണ്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ സൈറൺ കൊടുത്തു എന്നറിയുന്നുണ്ട്. 10 മണിക്ക് ഡാം തുറക്കപ്പോൾ ഈ പെരിയാറിന്റെ തീരത്തുള്ള ഒരുപാട് ആളുകളെ മാറ്റി താമസിപ്പിച്ചതായുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ ലിഡി? എന്തൊക്കെ വിവരങ്ങൾ അതുമായി ആദ്യം പങ്കുവയ്ക്കാനുണ്ട്? ജിൻസി, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് 10 മണിയോടെ തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെരിയാറിൽ നിലവിൽ താഴ്ന്ന ജലനിരപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഷട്ടർ തുറക്കാനുള്ള തീരുമാനം തമിഴ്നാട് എടുത്തത്. അതായത് റൂൾ കർവിലേക്ക് നിലവിൽ ഈ ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വെള്ളം തുറന്നുവിടും. 1000 ഘന അടിയോളം വെള്ളം തുറന്നുവിടാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിയോടെ ഷട്ടറുകൾ തുറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പെരിയാറിൽ സൂചിപ്പിച്ചതുപോലെ താഴ്ന്ന ജലനിരപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വീടുകളിലും കാര്യങ്ങളുമൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയില്ല. മറ്റിടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ വലിയ അപകട സാധ്യതയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ജില്ലാ ഭരണകൂടം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ പരിഭ്രാന്തരാകേണ്ട എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും ഒരു ജാഗ്രതാ നിർദ്ദേശവും കാര്യങ്ങളുമൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നൽകിയിട്ടുണ്ട്. ഇതാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ജിൽസി. മറ്റൊന്നുള്ളത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതായത് ഈ കുറേ നാളുകളായി സഭയ്ക്ക് തന്നെ വലിയ കളങ്കമുണ്ടാക്കിക്കൊണ്ട് വലിയ തർക്കങ്ങളും കാര്യങ്ങളും കോലാഹലങ്ങളും ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ കാലങ്ങൾ നീണ്ട സംഘർഷത്തിനും തർക്കങ്ങൾക്കും ഒക്കെ ശേഷം ഒരു വൈദിക സമിതി തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 400ഓളം വൈദികരെയൊക്കെ പങ്കെടുപ്പിച്ച് വൈദിക സമ്മേളനമൊക്കെ നടത്തിയതാണ്. അതിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. നിലവിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന ഇടങ്ങളിൽ ഈ ജനാഭിമുഖ കുർബാന തന്നെ തുടരാം. മാത്രമല്ല, ഞായറാഴ്ചകളിൽ ഒരു കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാനും തീരുമാനമായിട്ടുണ്ട്. മറ്റ് നടപടികളൊക്കെ, അതായത് വൈദികർക്കെതിരായ നടപടികളിലൊക്കെ തീരുമാനമാകും. കൂരിയെ മാറ്റുന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പദവികളിൽ നിലവിൽ ഈ മറ്റ് വൈദികരെ, അതായത് നിയമ നടപടി നേരിടുന്ന വൈദികരെ അഡ്മിനിസ്ട്രേറ്റീവ് പദവികളിൽ നിയമിക്കും. ഇടവക ചുമതല നൽകില്ല എന്നതടക്കമുള്ള തീരുമാനങ്ങൾ, ഒരു സമവായ ചർച്ചകളിലൂടെയുള്ള തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് ഇന്ന് പള്ളികളിൽ സർക്കുലറായി വായിക്കും. ഞായറാഴ്ചകളിൽ ഇന്ന് വായിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്ന കാര്യം. അതനുസരിച്ച് പള്ളികളിൽ എല്ലാ കുർബാനകളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കും. ജൂലൈ 3 മുതൽ ഇത് നടപ്പിൽ വരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ജൂലൈ 3 ഒരു തിരുനാളിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന കൂടി ചൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2 കുർബാന, അതായത് ജനാഭിമുഖ കുർബാനയും ഏകീകൃത കുർബാനയും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് ഇന്നലത്തെ ഒരു വാർത്തയാണ്. അതായത് ഇന്നലെ രാത്രിയിൽ 10:30 എറണാകുളം കത്തേക്കടവുള്ള ഒരു ബാറിൽ സംഘർഷമുണ്ടായിരുന്നു. DJ പാർട്ടിക്കിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. അതായത് യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ഒരു DJ പാർട്ടിയാണ്. അതിലാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായത്. ഒരു യുവതിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതായത് യുവതി മർദ്ദിച്ചു എന്നാണ് നിലവിൽ യുവാവ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടാണ് ഇത്തരത്തിൽ
മർദ്ദിച്ചതെന്നാണ് യുവതിയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നിലവിൽ പോലീസ് അതിൽ അന്വേഷണവും കാര്യങ്ങളുമൊക്കെ നടത്തി വരികയാണ്. യുവാവ് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല എങ്കിൽ പോലും കഴുത്തിന് മുറിവേറ്റിട്ടുണ്ട്. ഈ ബിയർ കുപ്പിയുടെ ചില്ല് വെച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് നിലവിലുള്ള പരാതി. പോലീസ് അതിൽ അന്വേഷണം നടത്തി വരികയാണ്. യുവതിയെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവാവ് ആശുപത്രിയിലാണ്. ഇതൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്ന ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടതും ഒപ്പം തന്നെ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് കുർബാന തർക്കത്തിലുള്ള സർക്കുലറുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ജിൽസി.